ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. ഓണത്തിൻ്റെ രുചിയും മണവും നിറഞ്ഞ ഒരു സ്പെഷ്യൽ വിഭവമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ സദ്യയ്ക്ക് വേണ്ടി തയ്യാറാക്കാൻ പറ്റിയ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റമാണ് മാങ്ങാച്ചാറും ഇഞ്ചിപ്പുളിയും. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് മമ്മി നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് വീഡിയോക്ക് കിടക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, കടുക് പൊട്ടട്ടെ കേട്ടോ. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഒന്ന് ചതച്ച് വെച്ചതാണ് കേട്ടോ. കടുക് പൊട്ടുമ്പോൾ ഇതിടാം അല്ലേ? ഇത് മൂപ്പിക്കണോ? ഒന്ന് മൂക്കണം, ഇഞ്ചിയൊക്കെ ഒന്ന് മൂക്കണം, എന്നാലും അതിൻ്റെ മണം വരണല്ലോ. മണം വരുന്നവരെ മൂപ്പിക്കണം അല്ലേ? മൂത്ത് വരുമ്പോൾ പുളി, ഈത്തപ്പഴം ഒക്കെ വെള്ളത്തിലിട്ട് കുതിർത്തി അരിച്ച് വെച്ചതാണ് കേട്ടോ. അത് എത്രയാ അളവെടുത്താണ്? പുളി നമുക്ക് ആവശ്യത്തിന് പുളി, ആവശ്യത്തിന് ഈത്തപ്പഴം, നമുക്ക് എത്ര എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് കേട് വരില്ല, കുറേ നാളിരിക്കും. അതിൻ്റെ ഉള്ളിൽ കുറച്ച് കായംപൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കാശ്മീരി പൊടിയാണ് കേട്ടോ, കുറച്ച് ഉലുവപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇത് നല്ലോണം തിളച്ച് വരുമ്പോൾ ശർക്കര ഇടുക. ശർക്കര ഇവിടെ പൊടിച്ച ശർക്കരയാണ് കേട്ടോ. അതിപ്പോൾ ഏത് ശർക്കര ആയാലും ഇടാം. ഇതിൽ കല്ലൊന്നും ഇല്ല, അതുകൊണ്ട് ഇവിടെ പൊടിച്ച് കിട്ടുന്നുണ്ടേ, അത് കഴിച്ചതാ. കുറുകണോ? ശർക്കര ഇട്ട് നല്ലോണം തിളച്ച് വരണം. ഒന്ന് വറ്റി വരുന്നവരെ നല്ലോണം വറ്റിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. അതൊക്കെ മധുരം ആവശ്യത്തിന്, ചീന്തപ്പഴുള്ളത് കാരണം മധുരം ആവശ്യത്തിന്. ഈത്തപ്പഴത്തിൻ്റെ മധുരം ഉണ്ടാവുമല്ലോ. അമ്മി പുളിയും ഈന്തപ്പഴം കുതിർത്തിട്ടു, ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തി. അത് എത്ര നേരം വെച്ച്? അങ്ങനെയൊന്നുമില്ല, ഞാൻ കാലത്ത് എനിക്ക് കുതിർത്തിട്ടു. മോളിൽ ഇങ്ങനെ വിതറണം കേട്ടോ. ഇഞ്ചിയുടെ കൂടെ സദ്യ സ്പെഷ്യൽ മാങ്ങാച്ചാറും കാണിക്കുന്നുണ്ട്. നല്ലെണ്ണ ചൂടാക്കി. നല്ലെണ്ണ ഇത് എത്രയും മമ്മി അച്ചാറിന് മാങ്ങ എടുത്താണ്? ഒരു 1.5 മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ, അതെടുത്തു. കടുക് ഇട്ടു, ഇത് ഏത് മാങ്ങയാലും കുഴപ്പമില്ലല്ലോ? ഏത് മാങ്ങയാലും കുഴപ്പമില്ല. മുളക് ഇട്ടു, ഇതിലേക്ക് ഇടുക. നുറുക്കി വെച്ച മാങ്ങയിലേക്ക് കടുക് വറുത്തതും മുളകും പൊടി ആവശ്യത്തിന്, ഉലുവപ്പൊടി ആവശ്യത്തിന്, കായംപൊടി നമ്മുടെ ആവശ്യത്തിന്.
ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായം പൊടി, കടുകൊക്കെ പൊട്ടിച്ച് അതിലിടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് കടുകിൻ്റെ പരിപ്പ് പൊട്ടിച്ചത് ഇടണം കേട്ടോ. വറുത്ത് പൊടിച്ച് വെച്ചതാണ് അത് ഇടണം. ഇരിക്കണം അത് ഇട്ടിട്ട് കുറച്ച് കടുക് പൊടി ഇടണം കേട്ടോ. വറുത്ത് പൊടിച്ച് വെച്ചതായിരുന്നു. കുമ്പ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുളിയുടെ ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര വേണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഇടണവർക്ക് ഇടാം. ഞാനിടാറുണ്ട്. അപ്പോൾ ഇത് വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രണ്ടും ഓണസദ്യക്കുള്ളത് പുളിയിഞ്ചിയും മാങ്ങച്ചാറും. നാരങ്ങ അച്ചാർ ഉണ്ടാക്കാത്ത കഴിഞ്ഞ തവണ ഞങ്ങൾ നാട്ടിൽ പോയി വന്നപ്പോൾ വടുകപ്പുളി നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയത് പുളി ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഉണ്ടാക്കാതെ ഇരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഓണം സ്പെഷ്യൽ മാങ്ങാച്ചാറും ഇഞ്ചിപ്പുളിയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഓണസദ്യക്ക് ഈ 2 വിഭവങ്ങളും നിങ്ങൾ തീർച്ചയായും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. Till then, bye bye all.